കാന്ത ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു റിവ്യൂ ആണ്. ഈ സിനിമ ആദ്യമേ പറയാം, ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദുൽഖർ ഇതുവരെ അഭിനയിച്ചതിന്റെ ഒരു 100 മടങ്ങും നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഗംഭീര പെർഫോമൻസ് ആണ്. ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ. കാരണം ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് പറയുന്നത്, ഒരു പ്രത്യേക മൂഡിലാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി എല്ലാം സൂപ്പർ. നായികയായിട്ടുള്ള ഭാഗ്യശ്രീ തകർത്തു. സമുദ്രക്കനി ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറൈസേഷൻ. നടിപ്പ് ചക്രവർത്തി എന്നാണ് ഇതിനകത്ത് പലപ്പോഴും പറയുന്നത്. നമ്മുടെ ദുൽഖർ നടിപ്പ് ചക്രവർത്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേറെ ലെവൽ അഭിനയമാണ്. കാരണം ഇതിലൊരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കൊമേഴ്സ്യലി ഇത് എത്രമാത്രം സക്സസ് ആകും എന്നുള്ളതൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് നിർത്തുന്നിടം വരെ അതിഗംഭീരമാണ് സിനിമ. നമുക്കൊന്നും സിനിമയിൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ഇതൊരിക്കലും ബോറടിക്കാനോ ഒന്നും ചാൻസ് ഇല്ല. നല്ല രസമായിട്ടുണ്ട്. പാട്ടെടുത്തേക്കുന്നതായാലും ദുൽഖർ എനിക്കൊന്ന് ഗംഭീരമായിട്ട് ഡാൻസ്, സ്റ്റെപ്പുകൾ, സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും, ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷനും ക്ലോസപ്പും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്തെ 3 പേരാണ് പ്രധാനമായിട്ട്. സമുദ്രക്കനി, ദുൽഖർ, സമുദ്രക്കനി, ഭാഗ്യശ്രീ. ഒരു 3 പേരുടെയും പെർഫോമൻസ് പീക്ക് ലെവൽ പെർഫോമൻസ് ആണ്. എന്തായാലും ഫസ്റ്റ് ഹാഫിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നോക്കാം. ഫസ്റ്റ് ഹാഫ് വരെ കിട്ടുവാണ് സിനിമ.